ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു മേക്കപ്പ് വീഡിയോ ആണ്. അമ്പലത്തിൽ പോകാനായിട്ടുള്ള ഒരു മേക്കപ്പ് വീഡിയോ. നമ്മൾ നോർമലായിട്ട് അങ്ങനെ മേക്കപ്പ് വീഡിയോസ് ഒന്നും ചെയ്യാറില്ല. ഓക്കെ, ഇപ്പൊ ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സെറ്റ് സാരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എവിടെ പോകുമ്പോഴാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ അമ്പലത്തിലല്ല, വല്ല കല്യാണത്തിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യും. നമുക്ക് ഇഷ്ടമുള്ള ആളുകൾ, ഇപ്പോൾ സിനിമയിലൊക്കെ ഉള്ള ആളുകൾ വെച്ചിട്ട് ജസ്റ്റ് അവരുടെ സാരി ലുക്ക് നോക്കും. എന്നിട്ട് അതേപോലെ മാച്ച് ചെയ്യുന്ന രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പൊ ഞാൻ നോക്കിയിരിക്കുന്നത് ഇതാ ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന പോലെ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരുങ്ങാനാണ് നോക്കുന്നത് കേട്ടോ. കണ്ണെഴുതിയിട്ടുണ്ട്, ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് ഒരു പൊട്ട് വെച്ചിട്ടുണ്ട്, ഒരു ഇയറിംഗ് ഇട്ടിട്ടുണ്ട്, അത്രയേ ഉള്ളേ. അപ്പൊ നമ്മൾ അമ്പലത്തിലേക്കൊക്കെ പോകുമ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ, ഒരുപാട് ഹെവി ആയിട്ടൊന്നും പോകാറില്ലല്ലോ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ കുറെ നാളായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് നല്ല സ്മെല്ലും കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇത് ഞാൻ ചെയ്യുന്ന കാര്യമാണ്. എല്ലാവരും ചിലപ്പോൾ ഇങ്ങനെയാവില്ലേ ചെയ്യുന്നത് കേട്ടോ. അതും ഞാൻ എടുത്തു പറയുന്നേ, ഞാൻ ഒരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നല്ല. സൺസ്ക്രീൻ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റിന് ശേഷം നമ്മൾ പിന്നെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ടോണറാണ് കേട്ടോ. ഇത് ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല. ടോണർ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ലതാണെന്ന് മാത്രം കേട്ടോ. അതിനുശേഷം നമ്മളിനി ഉപയോഗിക്കാൻ പോകുന്നത് ഫൗണ്ടേഷനാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്കൊക്കെ ഞാൻ ടിപ്സ് ഫോർ യു എ ടു സെഡിൽ ആമസോൺ ബ്യൂട്ടി ഹോൾ ചെയ്തതിലുണ്ട് കേട്ടോ. ഞാൻ എല്ലാ പ്രൊഡക്ട്സും വാങ്ങിയിരിക്കുന്നത് ഡിസ്കൗണ്ടിനാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടിപ്സ് ഫോർ യു എ ടു സെഡിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ട്, അതിൽ ലിങ്ക് കിട്ടും കേട്ടോ. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ചില ആളുകൾ കൈ വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്യരുത്. ബ്ലെൻഡർ കൊണ്ട് വേണം നമ്മളത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ നമുക്ക് അവിടെ ഇവിടെയൊക്കെ കട്ട കുത്തി ഇങ്ങനെ ഇരിക്കുന്ന പോലെ ഫീൽ ചെയ്യും കുറേ കഴിയുമ്പോൾ. ബ്ലെൻഡർ കൊണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും ഒരേപോലെ തന്നെ ബ്ലെൻഡായി പോയിക്കോളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഏതെങ്കിലും ഒരു കോമ്പാക്ട് പൗഡർ, നമ്മുടെ ഫൗണ്ടേഷനായിട്ട് മാച്ച് ചെയ്യുന്ന പോലെ ഏതെങ്കിലും ഒരു കോമ്പാക്ട് പൗഡറും കൂടി ബ്രഷ് വെച്ചിട്ട് ഇട്ട് കൊടുക്കും. വെറും 7 ദിവസം കൊണ്ട് മുടി പൊഴിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത 1 വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന 100% നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ. മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതൂസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ. ഇങ്ങനെയുള്ള മേക്കപ്പ് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറക്കരുത് കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഏത് ടിപ്സ് ഇടുമ്പോഴാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വീഡിയോസാണ് നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യുക. ഇപ്പോൾ ഹെയർ കെയറിൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസാണ് നമ്മൾ കൂടുതലും ചെയ്യാറുള്ളത് കേട്ടോ. സ്കിൻ കെയർ വലിയ കുഴപ്പമില്ല, മേക്കപ്പ് വീഡിയോസ് ഞാൻ അങ്ങനെ ഒട്ടും ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണമെന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ കോമ്പാക്ട് പൗഡർ നെക്കിലും ഫേസിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുമ്പോൾ നെക്കിലും ഫേസിലും ഇടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതിനുശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ച് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ലിപ്പ് ലൈനർ ചെയ്തിട്ടില്ല. ലിപ്പ് ലൈനർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗിയാവും കേട്ടോ. ഞാൻ ജസ്റ്റ് ലിപ്സ്റ്റിക്ക് മാത്രമാണ് ഇട്ട് കൊടുത്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ലിപ്പ് ലൈനർ വരച്ചതിന് ശേഷം ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളത് കേട്ടോ. പെട്ടെന്ന് ഞാൻ ലിപ്സ്റ്റിക്ക് ഇടുകയാണ് ചെയ്തത്, ലിപ്പ് ലൈനറിൻ്റെ കാര്യം ഓർത്തില്ല. പിന്നെ ഞാനിങ്ങനെ അമ്പലത്തിൽ പോകുമ്പോൾ ഒരുപാട് ഓവറായിട്ട് മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല. ഇന്ന് ജസ്റ്റ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ആമസോണിൻ്റെ ബ്യൂട്ടി ഹോളിൻ്റെ വീഡിയോ എടുക്കാനുണ്ടായി. അപ്പോൾ പിന്നെ അമ്പലത്തിലേക്ക് പോകാനുള്ള ആ സമയത്ത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ കുറേ ആളുകൾ വിചാരിക്കുന്നുണ്ട് അമ്പലത്തിൽ പോകാനായിട്ട് എന്തിനാണ് ഇത്ര വലിയ മേക്കപ്പ് എന്നൊക്കെ. സന്ധ്യേട്ടൻ്റെ ബാക്കിൽ കുളി കഴിഞ്ഞ് ഇറങ്ങുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. വീഡിയോ എടുക്കുന്ന ആൾ അറിഞ്ഞില്ല. ലിപ്സ്റ്റിക്ക് ഇട്ടതിന് ശേഷം ചുണ്ട് ഡ്രൈ ആവാതിരിക്കാനായിട്ട് ഒരു ലിപ് ബാം അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് ലിപ് ഗ്ലോസ് എനിക്ക് ഇഷ്ടമല്ല. ലിപ് ഗ്ലോസിൻ്റെ സ്മെല്ലും കാര്യങ്ങളാകുമ്പോൾ എനിക്ക് തലവേദന വരാറുണ്ട്. അത് കാരണം ഞാൻ പരമാവധി ലിപ് ഗ്ലോസ് ഒഴിവാക്കാറുണ്ട്. ലിപ് ബാം എപ്പോൾ നോക്കിയാലും ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഐ ഷാഡോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഐ ഷാഡോ ഈ പറഞ്ഞ പോലെ അമ്പലത്തിലേക്കായ കാരണം റെഡോ അങ്ങനത്തെ കളറൊന്നും ഞാൻ എടുത്തില്ല. സ്കിൻ കളർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഐ ഷാഡോ ഈ പറഞ്ഞ ഇതിൽ നമ്മൾ ഡിസ്കൗണ്ടിന് വാങ്ങിയതാണ്. 250 സംതിങ്ങോ ആയിട്ടുള്ളൂ. 600 രൂപ 700 രൂപ റേറ്റ് വരുന്നതാണ് കേട്ടോ ഐ ഷാഡോ പാലറ്റ്. പിന്നെ നമ്മൾ ഐ ഷാഡോ ഇട്ടതിന് ശേഷം ഐ മേക്കപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. എനിക്ക് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്നോട് എല്ലാവരും പറയാറുള്ളൊരു കാര്യമാണ് ഇതിൻ്റെ കണ്ണ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടെന്ന്. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ സ്കിൻ കെയർ ഒന്നും ചെയ്യാറില്ലെങ്കിലും കണ്ണ് എഴുതാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കണ്ണിൻ്റെ അടിയിൽ എഴുതും, ഐലൈനർ എഴുതും, മസ്കാര ഇടും. ഇത് ഞാൻ നിർബന്ധമായിട്ടും ചെയ്യുന്ന കാര്യമാണ്. പിന്നെ യൂട്യൂബിലൊക്കെ വന്ന് എപ്പോഴും ഫോണൊക്കെ യൂസ് ചെയ്യേണ്ട ആ ഒരു ഇത് കാരണം തോന്നുന്നുണ്ട് എൻ്റെ കണ്ണിൽ ഇപ്പോൾ ഒരു നമ്മൾ പറയില്ലേ ടാനൊക്കെ ഫേസിൽ വരുന്ന പോലെ തന്നെ കണ്ണിലും ടാൻ പോലെ ഒരു കളർ വ്യത്യാസം വന്നിട്ടുണ്ട്. ഒത്തിരി ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചു. ഡോക്ടേഴ്സ് പറഞ്ഞു അത് പോവത്തില്ല, അത് നമ്മുടെ ഈ ജോലിയുടെ ഭാഗമായിട്ട് ഫുൾ
ടൈം ഫോൺ നോക്കിയിരിക്കല്ലോ, അങ്ങനെ ഒരു ടാൻ പോലെ വന്നിരിക്കണതാണ്. അപ്പോൾ അത് ഉപയോഗിക്കുന്ന സമയത്ത് സ്പെക്സൊക്കെ വെച്ചിട്ട് ഫോൺ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അതിപ്പോഴല്ല, ഒരു 5 വർഷത്തിനൊക്കെ മേലെ ആയിട്ടുണ്ട് നമ്മളിപ്പോൾ യൂട്യൂബ് തുടങ്ങിയിട്ട്. 5 അല്ല 8 വർഷത്തിൻ്റെ അടുത്തായിട്ടുണ്ട്. അപ്പോൾ ആ തുടക്ക സമയത്ത് ബ്രൈറ്റ്നസ്സൊക്കെ കൂട്ടിയിട്ട് ഫുൾ ടൈം ഫോൺ നോക്കി അങ്ങനെ വന്നിരിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് കണ്ണിൽ അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് എല്ലാവരും കണ്ണ് കാണാനാണ് നല്ല ഭംഗിയെന്ന് പറയാറുണ്ട്. അങ്ങനെ ഇപ്പം അത് കുഴപ്പമില്ലാതെ ആയി. അപ്പോൾ കളറ് ആദ്യം വന്നപ്പോൾ എനിക്ക് നല്ല ടെൻഷനൊക്കെ ആയിരുന്നു കേട്ടോ. ഇനി ഞാൻ ഐബ്രോസ് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്ന് പറയുമ്പോൾ നമ്മുടെ ഐബ്രോസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഐബ്രോസ് ഇച്ചിരി തിക്നെസ് കുറഞ്ഞ പോലെയൊക്കെ തോന്നിയപ്പോൾ ഐബ്രോസ് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്ലഷ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മളുടെ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ എന്തെങ്കിലും കല്യാണത്തിനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഈ രീതിയിൽ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല കിടില ലുക്കാണ് കേട്ടോ. ഞാൻ ഇത്രയും നാളും ഫൗണ്ടേഷനൊക്കെ വെച്ച് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു മേക്കപ്പ് ഇതാണ് കേട്ടോ. ഏറ്റവും സിമ്പിളാണേനും എന്നാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എന്നോട് സന്ധ്യേട്ടനായാലും എൻ്റെ ചേച്ചിയൊക്കെ ഉണ്ട് ഇവിടെ, ചേച്ചിയായാലും പറഞ്ഞു കേട്ടോ നല്ല രസമുണ്ട്, ഫൗണ്ടേഷൻ കിട്ടുന്നോ അങ്ങനെയൊന്നും തോന്നില്ല, സിമ്പിളായിട്ടുള്ള മേക്കപ്പ് ലുക്കാണ്. നമുക്ക് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഈ രീതിയിൽ മേക്കപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ ചാന്ത് ഉപയോഗിച്ചിട്ട് തന്നെ സിന്ദൂരം തൊട്ടിട്ടുണ്ട്, ഒരു റെഡ് കളർ പൊട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ജിംക്കി ഇടുക എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു ഗ്രീൻ കളർ ജിംക്കി ബ്ലൗസിന് മാച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മേക്കപ്പ് ഫിക്സർ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ ഫൈനൽ ലുക്ക്. ഞാൻ ആദ്യം തന്ന ഫോട്ടോയും ഈ ഫോട്ടോയും തമ്മിൽ മാച്ച് ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. പിന്നെ കുറേ ആളുകളൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യാറുണ്ട് കേട്ടോ, സമൃദ്ധയുടെ ലുക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. സത്യമായിട്ട് എനിക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല എന്നെ സമൃദ്ധയുടെ ചായ. സന്ധ്യേട്ടനും പറയും കേട്ടോ, പക്ഷേ കുറേ ആളുകളൊക്കെയും കമൻറ്റ് ചെയ്യാറുണ്ട്.